പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ 3ാമത്തെ ഭാഗമാണിന്ന്. ചോദ്യത്തിലേക്ക് പോകാം. അർത്ഥ ത്രികോണം എന്നാൽ എന്ത്? ഭാഷാപരമായ ചിഹ്നങ്ങൾ അവ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു മാതൃകയാണ് അർത്ഥ ത്രികോണം അഥവാ സെമിയോട്ടിക് ത്രികോണം എന്നത്. ചാൾസ് കെ ഓഗ്ഡനും I.A. റിച്ചാർഡ്സും ചേർന്ന് പ്രസിദ്ധീകരിച്ച ദ മീനിങ് ഓഫ് മീനിങ് എന്ന പുസ്തകത്തിലാണ് ഈ ത്രികോണം അവതരിപ്പിച്ചത്. പുസ്തകത്തിൻ്റെ പേര് നോക്കുക, ദ മീനിങ് ഓഫ് മീനിങ്. ആരെല്ലാം ചേർന്നായിരുന്നു? ചാൾസ് കെ ഓഗ്ഡാനും I.A. റിച്ചാർഡ്സും ചേർന്ന് 3 സിദ്ധാന്തങ്ങൾ ഈ പുസ്തകത്തിൽ അവർ അവതരിപ്പിക്കുന്നു. 1 അർത്ഥ സിദ്ധാന്തം, 2 നിർവചന സിദ്ധാന്തം, 3 ചിഹ്ന സിദ്ധാന്തം. വാക്കുകൾക്ക് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ അർത്ഥമില്ലെങ്കിൽ അർത്ഥം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അവർ സിദ്ധാന്തിച്ചു. ആശയം, ചിഹ്നം, സൂചിതം എന്നീ 3 ഘടകങ്ങളാണ് ഇതിലുള്ളത്. റിച്ചാർഡ് ത്രികോണം പലപ്പോഴും ഈ ത്രിഘടക ചിഹ്ന ത്രികോണത്തെ വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ആശയം അതിനു മുൻപേ അവതരിപ്പിച്ചതാണ്. 1810 ബെർണാഡ് ബോൾസാനോ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. BC 4ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ പെരിഹെർമിനിയാസിലും ഈ ത്രികോണം കണ്ടെത്താൻ കഴിയും. പ്രാചീന മധ്യകാല തത്വചിന്തകരെ, പ്രത്യേകിച്ച് യാഥാർത്ഥ്യവാദികളെയും നാമമാത്രവാദികളെയും ഭിന്നിപ്പിച്ച ഒരു ദാർശനിക സംവാദ പ്രശ്നവുമായി ഈ ത്രികോണം ബന്ധപ്പെട്ടിരിക്കുന്നു. അർത്ഥത്രികോണം വക്താവും ആശയവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ലളിതമായ രൂപത്തെ വിഷയമായി വിവരിക്കുന്നു. ഭാഷാചിഹ്നമായ വാക്ക് ആശയം എന്ന മധ്യവർത്തിയിലൂടെ സൂചിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് രേഖാചിത്രത്തിലൂടെ കാണിക്കുന്നത്. ചിഹ്നത്തിനും ആശയത്തിനും ആശയത്തിനും സൂചിതത്തിനും തമ്മിലും നേരിട്ട് ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് അവ നേർരേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ചിഹ്നത്തിനും സൂചിതത്തിനും തമ്മിൽ നേരിട്ട് ബന്ധമില്ല എന്ന് കുത്തുകൾ ഉപയോഗിച്ച് ഇടവിട്ട രേഖ കാണിക്കുന്നു. ആന എന്ന ശബ്ദം ചിഹ്നം അതിന് സമാനമായ ആശയം മനസ്സിൽ ഉണർത്തുന്നു. ഈ ആശയം ആന എന്ന വസ്തുവിനെ, സൂചിതത്തെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രത്തിൻ്റെ പഠന മേഖലകൾ വിവരിക്കുക. കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രം എന്നത് കമ്പ്യൂട്ടറിന് വേണ്ടി സ്വാഭാവിക ഭാഷയെ റൂൾ അധിഷ്ഠിതമായി അപഗ്രഥിക്കുന്ന ഒരു അന്തർവിജ്ഞാപന പഠന മേഖലയാണ്. പരമ്പരാഗതമായി സ്വാഭാവിക ഭാഷാ സംസ്കരണത്തിൽ അവഗാഹമുള്ള കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാരാണ് ഇത്തരം പഠനങ്ങളിൽ വ്യാപരിച്ചിരുന്നത്. എന്നാൽ ലക്ഷ്യഭാഷയിലെ വിദഗ്ധർ, ഗണിതശാസ്ത്രജ്ഞർ, ന്യൂറോ ശാസ്ത്രജ്ഞർ, നരവംശാസ്ത്രജ്ഞർ, കോഗ്നിറ്റീവ് ശാസ്ത്രജ്ഞർ തുടങ്ങി നിരവധി മേഖലയിലുള്ളവർ ഈ ഒരു പഠനത്തിൽ പങ്കാളിയാകുന്നു. അന്തർവൈജ്ഞാനികമായ നിരവധി മേഖലകളിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക് അതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലിഖിത പാഠമോ ഭാഷണമോ സംസ്കരിക്കൽ അഥവാ ഉൽപ്പാദിപ്പിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യലാണ് സ്വാഭാവിക ഭാഷാ സംസ്കരണം അല്ലെങ്കിൽ NLP എന്നത്. യന്ത്രതർജ്ജമ, വോയിസ് റെക്കഗ്നേഷൻ തുടങ്ങിയവ ഇതുവഴിയുള്ള നേട്ടമാണ്. സ്പെല്ലിങ്ങും വ്യാകരണ സാധുതയും പരിശോധിക്കാനും രേഖകളുടെ സംഗ്രഹം തയ്യാറാക്കാനും കഴിവുള്ള സംവിധാനങ്ങളുടെ നിർമ്മിതിയാണ് ഏറ്റവും ശ്രദ്ധേയം. ആപ്പിൾ മൊബൈലിലെ സിരി, ആൻഡ്രോയിഡ് മൊബൈലുകളിലെ വോയിസ് സെർച്ച്, ആമസോണിൻ്റെ വോയിസ് റെക്കഗ്നേഷൻ, എക്കോ എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഭാഷാഗ്രഹണത്തിൻ്റെ ഒരു ഭാഗമാണ് സ്പീച്ച് റെക്കഗ്നൈസേഷൻ. കമ്പ്യൂട്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അൽഗോരിതം മുഖേന ഭാഷണ ചിഹ്നത്തെ പദശ്രേണിയാക്കി
പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ്. കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രത്തിൻ്റെ മറ്റൊരു മേഖലയാണ് ഭാഷണ സംശ്ലേഷണം എന്നത്. സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ മുഖേന പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിൽ ഭാഷണം കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കുന്നു. തൃപ്തികരമായ ഗ്രാഹ്യതയാർന്ന ഭാഷണ സംശ്ലേഷണ വ്യവസ്ഥ കാഴ്ചശക്തിയോ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ആയ വ്യക്തികൾക്ക് വീട്ടിലെ കമ്പ്യൂട്ടറിനോട് ഘടിപ്പിച്ചാൽ ഉപയോഗമാക്കാം. കൂടാതെ പത്രങ്ങളിലെ ഓൺലൈൻ പതിപ്പിൽ വാർത്തകൾ ഭാഷണ സംശ്ലേഷണമാക്കി മാറ്റുന്നതിന് യാത്രയിലും മറ്റും ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കാൻ ഉപകാരപ്രദമാക്കുന്നു. പക്ഷേ വാർത്തയിലെ അർത്ഥവിരാമം, ഈണം എന്നിവ ഭാഷണ സംശ്ലേഷണത്തിൽ ചോർന്നു പോകുന്നുണ്ട്. യന്ത്ര വിവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും പുരോഗമിക്കുന്നത് കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രത്തിൻ്റെ പ്രായോഗികമായ തത്വങ്ങൾ ഉപയോഗിച്ചാണ്. മറ്റൊന്നാണ് കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ്. ഏതെങ്കിലും ഒരു ഭാഷാവിശേഷത്തിൻ്റെയോ ഭാഷയുടെ വിവിധതരം പ്രയോഗത്തിൻ്റെയോ മാതൃകകൾ കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ സഞ്ചയിച്ചു വെക്കുകയും കമ്പ്യൂട്ടർ മുഖേനയുള്ള പഠനങ്ങളിൽ അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, യന്ത്ര വിവർത്തനം, ഭാഷാകേന്ദ്രിതമായ വിവിധതരം മൊബൈൽ ഫോൺ ആപ്പുകൾ തുടങ്ങിയവ നിത്യജീവിതത്തിൽ ഉപയോഗത്തിലുള്ള മേഖലകളിൽ കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രത്തിൻ്റെ തത്വം ഉപയോഗിക്കുന്നുണ്ട്. ഭാഷയും സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന പഠനമാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. മൂന്നാമത്തെ ചോദ്യം, ആധുനിക ഭാഷാശാസ്ത്രത്തിന് ദെറിദ നൽകിയ സംഭാവനകൾ വിവരിക്കുക. ഴാക്ക് ദെറിദ ഫ്രഞ്ച് ദാർശനികനാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അപനിർമ്മാണം എന്ന സിദ്ധാന്തം ഭാഷാശാസ്ത്രത്തിലും സാഹിത്യ വിമർശനത്തിലും ദീർഘമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി. സൊസ്യൂറിൻ്റെ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ആശയങ്ങളെ ദെറിദ സ്വീകരിച്ചെങ്കിലും അതിലെ പരിധികളും വൈരുദ്ധ്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാഷയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ചോദ്യം ചെയ്തതാണ് ദെറിദയുടെ ഏറ്റവും വലിയ സംഭാവന. പ്രധാനപ്പെട്ട സംഭാവനകൾ നോക്കാം. ഒന്നാമത്തേത് അപനിർമ്മാണം. ദെറിദ അവതരിപ്പിച്ച മുഖ്യമായ സിദ്ധാന്തമാണിത്. ഭാഷയ്ക്ക് ഒരിക്കലും സ്ഥിരമായ അല്ലെങ്കിൽ അന്തിമമായ അർത്ഥമില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഒരു പദത്തിൻ്റെ അർത്ഥം മറ്റൊരു പദത്തിലൂടെ മാത്രമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് സാഹിത്യ ഗ്രന്ഥങ്ങൾക്കും എഴുത്തുകൾക്കും അനവധി വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. എഴുത്തുകാരും പാഠങ്ങളും വായനക്കാരും അർത്ഥം നിർമ്മിച്ചെടുക്കുന്നത് ഏതെല്ലാം വഴിക്ക് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ദെറിദ നടത്തിയത്. രണ്ടാമത്തെ സംഭാവനയാണ് ഡിഫറൻസ് എന്ന ആശയം. ഫ്രഞ്ച് പദമായ ഡിഫർ, താമസിപ്പിക്കുക, വ്യത്യാസപ്പെടുത്തുക എന്നതിൽ നിന്നാണ് ദെറിദ ഡിഫറൻസ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഒരു പദത്തിൻ്റെ അർത്ഥം ഉടൻ തന്നെ ലഭിക്കുന്നതല്ല, അത് താമസിക്കപ്പെടുകയും മറ്റൊരു പദത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. കൂടാതെ പദങ്ങളുടെ അർത്ഥവ്യത്യാസം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതായത് അർത്ഥം എന്നും വൈകി എത്തുന്നതും മാറ്റത്തിൻ്റെയും വ്യത്യാസത്തിൻ്റെയും വിധേയവുമാണ് എന്നത്. മൂന്നാമത്തേത് ലോഗോസെൻട്രിസത്തിന് എതിരായ വിമർശന. പാശ്ചാത്യ ദാർശനിക പരമ്പരയിൽ ലോഗോസ് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. ലോഗോസ് എന്നാൽ മൂലസത്യം, കേന്ദ്രം എന്നൊക്കെ അർത്ഥം. ദെറിദയുടെ വാദം ഭാഷയ്ക്ക് യാതൊരു കേന്ദ്രവും ഇല്ല എന്നതാണ്. ഭാഷ എന്നും ചിഹ്നങ്ങളുടെ ശൃംഖലയായി മാത്രമേ പ്രവർത്തിക്കൂ. എഴുത്ത് വാചികത്തേക്കാൾ താഴ്ന്നതാണെന്ന പഴയ ധാരണയെയും ദെറിദ ചോദ്യം ചെയ്തു. പരമ്പരാഗതമായി വാചികത്തെ മൂലത്വമുള്ളതെന്നും എഴുത്തിനെ രണ്ടാം സ്ഥാനത്ത് എന്നാണ് കണക്കാക്കിയിരുന്നത്. ദെറിദ ഇതിനെ മാറ്റിമറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് എഴുത്തുപോലും ഭാഷയുടെ കേന്ദ്ര ഘടകമാണ്. അത് വാചികത്തിനും മുമ്പ് നിലനിൽക്കുന്നു. ദെറിദ സാഹിത്യ വിമർശനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. ഒരേയൊരു ശരിയായ വ്യാഖ്യാനം സാഹിത്യ ഗ്രന്ഥങ്ങൾക്കില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. സ്ട്രക്ചറലിസത്തെ മറികടന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന സമീപനം വളരാൻ ദെറിദ വഴിയൊരുക്കി. സൊസ്യൂറിൻ്റെ ഘടനാവാദത്തിലെ ആശയങ്ങൾ ദെറിദയുടെ ചിന്തകൾക്ക് ആധാരമായിട്ടുണ്ട്.
പക്ഷേ ശെസൂർ പറഞ്ഞ സൂചിത ബന്ധം ദെറിദെ തകർത്തു. അർത്ഥം സ്ഥിരമല്ല എന്നും ദെറിദയുടെ വാദം ഭാഷാശാസ്ത്രത്തെ പുതുതായി വായിക്കാൻ സഹായിച്ചു. പാഠത്തിൽ നിന്ന് വിട്ടുകളഞ്ഞതും വിട്ടുപോയതും പാഠം മുഖേന നിശബ്ദമായതും അർത്ഥത്തിൽപ്പെടുന്നു എന്നതാണ് അപനിർമ്മാണ നിഷ്ഠ നിരൂപണത്തിൻ്റെ അടിസ്ഥാന തത്വം. സിദ്ധാന്തങ്ങളുടെയും ആശയ വ്യവസ്ഥകളുടെയും അസ്തിത്വത്തെ അപനിർമ്മാണം ചോദ്യം ചെയ്യുന്നു. നാലാമത്തെ ചോദ്യം, ദ്രാവിഡ ഭാഷാശാസ്ത്രത്തിന് കാഡ്വെലിന് ശേഷമുണ്ടായ പുരോഗതി വിലയിരുത്തുക. ദ്രാവിഡ ഭാഷാശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില വെച്ചത് ബിഷപ്പ് റോബർട്ട് കാഡ്വെലായിരുന്നു. 1856 പ്രസിദ്ധീകരിച്ച എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ ഡ്രവിഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ദ്രാവിഡ ഭാഷാശാസ്ത്രത്തിന് പുതിയ വഴിത്തിരിവായി. അദ്ദേഹത്തിന് ശേഷം നിരവധി ദേശീയ വിദേശീയ പണ്ഡിതന്മാരുടെ ഗവേഷണങ്ങൾ ദ്രാവിഡ ഭാഷാശാസ്ത്രത്തെ സമ്പന്നമാക്കുകയുണ്ടായി. ദ്രാവിഡ ഭാഷകളുടെ പരസ്പര ബന്ധം, മൂലപദങ്ങൾ, വാക്യഘടന തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ദ്രാവിഡ ഭാഷകൾക്ക് പുറമെ ചെറിയ ദ്രാവിഡ ഭാഷകളായ തോദ, കൂർഗ്, തൊദ, കോദ, ഗോണ്ടി മുതലായ ഭാഷകളെക്കുറിച്ചെല്ലാം പഠനങ്ങൾ നടക്കുകയുണ്ടായി. ഭാഷയിൽ വന്നുചേർന്ന പരകീയ പദങ്ങൾ തിരിച്ചറിയുകയും സംസ്കൃതം, പ്രാകൃതം, പിന്നെ ഇംഗ്ലീഷ് തുടങ്ങിയവയുടെ സ്വാധീനം വിലയിരുത്തുകയും ചെയ്തു. ശബ്ദശാസ്ത്ര രൂപശാസ്ത്ര ഗവേഷണം പിന്നീട് നടക്കുകയുണ്ടായി. ശബ്ദങ്ങളുടെ വ്യവസ്ഥിതിയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് വിശകലനം ചെയ്തത്. മറ്റു ഭാഷകളിൽ നിന്ന് എങ്ങനെ ദ്രാവിഡ ഭാഷകളിലെ സന്ധി വ്യവസ്ഥകൾ നിലകൊള്ളുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം നടന്നിട്ടുണ്ട്. വാക്കുകളുടെ രൂപഭേദങ്ങൾ, ക്രിയാവികാരങ്ങൾ, നാമവിഭക്തികൾ മുതലായവയെക്കുറിച്ചുള്ള പഠനങ്ങളും നടക്കുകയുണ്ടായി. സംഘകാല സാഹിത്യം, പുരാതന ശിലാലിഖിതങ്ങൾ, ചെറുഭാഷകളിലെ ജനപദങ്ങൾ എന്നിവ ഭാഷാശാസ്ത്രപരമായി വിശകലനം ചെയ്യപ്പെട്ടു. തമിഴ് ബ്രാഹ്മി ശാസനങ്ങളുടെ ശുദ്ധീകരണവും വിവർത്തനവും നടന്നു. ഭാഷാചരിത്രം തെളിവുകൾ സഹിതം രേഖപ്പെടുത്താൻ പണ്ഡിതന്മാർക്ക് സാധിച്ചു. ആധുനിക ഗവേഷണ മാർഗങ്ങൾ രൂപം കൊണ്ടു. 20ാം നൂറ്റാണ്ടിൽ ഘടനാ ഭാഷാശാസ്ത്രത്തിൻ്റെയും കമ്പാരിറ്റീവ് ഫിലോളജി, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്നീ പുതിയ സമീപനങ്ങൾ ദ്രാവിഡ ഭാഷകളിൽ പ്രയോഗിക്കുകയുണ്ടായി. MS ആൻഡ്രനോവ്, തോമസ് ബോറോ, കാമിൽ, B കൃഷ്ണമൂർത്തി എന്നിവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയവയാണ്. ദ്രാവിഡ ഭാഷകളുടെ മൂല പദാവലി സമഗ്രമായി ശേഖരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ B കൃഷ്ണമൂർത്തി രചിച്ച ദി ദ്രവിഡിയൻ ലാംഗ്വേജ് എന്ന കൃതി ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. മലയാള ഭാഷാശാസ്ത്രത്തിലും ധാരാളം പുരോഗതികൾ ഉണ്ടായി. മലയാളം തമിഴ് ഭാഷകളുടെ ബന്ധം, വ്യത്യാസം, ചരിത്രം എന്നിവ കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു. PS സുബ്രഹ്മണ്യ ശാസ്ത്രി, AR രാജരാജവർമ്മ, ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ എന്നിവർ നടത്തിയ പഠനങ്ങൾ ഭാഷാ വികസനത്തെക്കുറിച്ചുള്ള അറിവ് സമ്പുഷ്ടമാക്കുകയുണ്ടായി. വാചക ഘടന, പ്രാദേശിക ഭാഷാശാഖകൾ, പരകീയ പദങ്ങൾ, പുതിയ മാധ്യമ ഭാഷ തുടങ്ങിയ മേഖലകളിൽ ഗവേഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്, ദ്രാവിഡ ഭാഷകളിൽ മെഷീൻ വിവർത്തനം, ശബ്ദ തിരിച്ചറിവ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ പുതിയ ശ്രമങ്ങൾ നടക്കുന്നു. സാമൂഹ്യ ഭാഷാശാസ്ത്രം, പ്രാദേശിക ഭാഷാഭേദങ്ങൾ, ഭാഷാ സംസ്കാര ബന്ധം തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനങ്ങളും ലഭിച്ചിട്ടുണ്ട്. വ്യാകരണ നിഘണ്ടു നിർമ്മാണം, പുതിയ വ്യാകരണ ഗ്രന്ഥങ്ങൾ, ദ്രാവിഡ ഭാഷകളുടെ വലിയ നിഘണ്ടുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. കാഡ്വെലിന് ശേഷം ആഗമിക തുലനാത്മക പഠനങ്ങൾ ദ്രാവിഡ ഭാഷകളിൽ നടന്നു. ഭാഷാ കുടുംബം എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ മറ്റു ഭാഷകൾക്ക് ഇതര ഗോത്രത്തിലെ ഭാഷകളുമായുള്ള ജൈവബന്ധത്തെയും മറ്റു ഉപകുടുംബങ്ങളുടെ രൂപപ്പെടലും അവ തമ്മിലുള്ള ബന്ധവും പിന്നീട് പണ്ഡിതന്മാർ പഠിച്ചു. പ്രാക് ദ്രാവിഡത്തിൽ നിന്ന് ഇന്ന് കാണുന്ന സ്വതന്ത്ര ഭാഷകളുടെ പരിണാമത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രവും ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ദ്രാവിഡ കുടുംബത്തെപ്പറ്റിയുള്ള വിശകലനം ദ്രാവിഡ സ്വനിമ മണ്ഡലത്തെപ്പറ്റിയും ക്രമേണ മുന്നോട്ട് വച്ച സ്വന നിയമങ്ങളെപ്പറ്റിയും വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ പഠനം നിർവഹിച്ച കാഡ്വെലിന് ശേഷം ദ്രാവിഡ ഭാഷകളുടെ പഠനത്തിലുണ്ടായ പുരോഗതിയെ വിലയിരുത്തുന്ന ഒരു ലേഖനമാണ്
എസ്.കെ. നായരുടെ ദ്രാവിഡ ഭാഷാശാസ്ത്രം കാടൂലിനു ശേഷം എന്നത്. ഈ ലേഖനത്തിൽ ദ്രാവിഡ ഭാഷാ പഠന മേഖലയ്ക്കുണ്ടായ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ദ്രാവിഡ ഭാഷാ ഗോത്രത്തെപ്പറ്റിയും ഭാഷകളുടെ അതിർത്തികളെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കാൻ ഈ ലേഖനം സഹായിക്കുന്നു. 5-ാമത്തെ ചോദ്യം, യാക്കോബ്സൺ എടുത്തുകാട്ടുന്ന ഭാഷയുടെ 6 തരം പ്രവർത്തനങ്ങൾ ഉദാഹരണ സഹിതം എഴുതുക. ഭാഷയുടെ 6 തരം പ്രവർത്തനങ്ങൾ ഭാഷാ അപഗ്രഥന വേളയിൽ യാക്കോബ്സൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ യഥാക്രമം റെഫറൻഷ്യൽ, ഇമോട്ടീവ്, ഫാറ്റിക്, പൊയറ്റിക്, കൊഗ്നിറ്റീവ്, മെറ്റാലിംഗൽ എന്നിവയാണ്. ഒന്നാമത്തേത് റെഫറൻഷ്യൽ അല്ലെങ്കിൽ സൂചനാത്മകം. ഭാഷാ പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ് ശ്രോതാവുമായി വിവരങ്ങൾ പങ്കിടുക എന്നത്. വസ്തുനിഷ്ഠ വിവരണത്തിനുപയോഗിക്കുന്ന ഭാഷയാണിത്. ഉദാഹരണം, 6% വില വർദ്ധിച്ചതിനാൽ ഞാൻ കാറ് വാങ്ങുന്നില്ല. രണ്ടാമത്തേത് ഇമോട്ടീവ്, അതിന് വൈകാരികം എന്നർത്ഥം. വക്താവിൻ്റെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, മാനസികാവസ്ഥകൾ എന്നിവയെ വ്യാഖ്യാനിക്കാൻ സഹായിക്കുന്നതാണിത്. ഉദാഹരണം, അയ്യോ കഷ്ടം. മൂന്നാമത്തേത് ഫാറ്റിക്, സമ്പർക്കാത്മകം. സാമൂഹിക ബന്ധങ്ങൾ വീക്ഷിക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഔപചാരിക ഭാഷയാണിത്. ഉദാഹരണം, നിങ്ങൾക്ക് സുഖമില്ലേ? അതെ, സുഖം തന്നെ. നാലാമത്തേത് പൊയറ്റിക്, കാവ്യാത്മകം. ഭാഷാപ്രയോഗത്തിൻ്റെ സൗന്ദര്യാത്മക തലമാണിത്. ആലങ്കാരിക ഭാഷാപ്രയോഗമാണിതിൻ്റെ പ്രത്യേകത. ഉദാഹരണം, മറ്റാർക്കും കഴിയാത്ത വിധം എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളിത് ചെയ്തിരിക്കുന്നത്, അവിശ്വസനീയം തന്നെ. അഞ്ചാമത്തേത് കൊഗ്നിറ്റീവ്, ആവർജനപരമെന്നർത്ഥം. ഇത് ശ്രോതാവിൽ ശ്രദ്ധയൂന്നുന്ന ഭാഷയാണ്. അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളിൻ്റെ പ്രതികരണം ഉദ്ദേശിച്ചിട്ടുള്ളതാണിത്. ഉദാഹരണം, ഇതൊന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? ആറാമത്തേത് മെറ്റാലിംഗലാണ്, അതിഭാഷാപരമെന്നർത്ഥം. ഭാഷയെക്കുറിച്ചുള്ള ഭാഷയാണിത്. വാക്കുകളുടെ നിർദ്ധാരണം, ഘടന മുതലായവയാണ് ഇതിൽ മുഖ്യം. ഉദാഹരണം, നിങ്ങൾ മലയാളം തന്നെയാണോ സംസാരിക്കുന്നത്? ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? തത്വചിന്ത, നരവംശാസ്ത്രം, സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നിങ്ങനെ ഭാഷാശാസ്ത്ര ഇതര മേഖലകളിലേക്ക് പോലും ഘടനാപരമായ ചിന്തകളെ സന്നിവേശിപ്പിക്കാൻ സാധിച്ചു എന്നിടത്താണ് യാക്കോബ്സൺ ശ്രദ്ധേയനാകുന്നത്. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.